ഇന്നിപ്പോൾ 12:30 ആയി. അപ്പോഴാണ് ഞാൻ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. എനിക്കിത് വെള്ളം തിളയ്ക്കുന്നുണ്ട്, അരി കഴുകി വെച്ചിട്ടുണ്ട്, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ചിക്കൻ കറി ആക്കുന്നുണ്ട്. ഞാൻ കാണിക്കാം. അരി കുറേ വെച്ചു, ഇത് കുറച്ച് കാറ്റ് വീണു, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് വേണ്ട കേട്ടോ ഇത് ചോറാവാനായിട്ട്, പെട്ടെന്നാകും. അരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് തന്നെ എന്ത് ചെയ്യാം. ഇന്നലത്തെ എൻ്റെ വെണ്ടയ്ക്ക പുളിങ്കറി എനിക്ക് കുറച്ച് ബാക്കിയുണ്ട്. ഞാനപ്പോൾ അതേ ഉച്ചക്കത്തേക്ക് എടുക്കത്തുള്ളൂ ഇവർക്ക് വേണ്ടിയിട്ട്. അടുത്ത ആൾ വന്ന് എന്താ വെച്ചു, എന്താ കൊക്കോമലിനെ എവിടെ വെച്ചു ബേബി? ചൂടായിട്ട് ഞാനൊന്ന് ചിക്കൻ കുറച്ച് വറുത്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത്. ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിട്ടിട്ടാണ് വറുത്തെടുക്കാൻ പോകുന്നത്. കുറച്ച് ഉപ്പും അങ്ങനെ. ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഓരോരോ പീസായിട്ട്. നോ എൻ്റെ തക്കാളി അയ്യോ. അടുക്കളയിൽ ചെറിയ ആൾ വന്നിരിപ്പുണ്ട്. ചെറിയ ആൾക്ക് 1 വയസ്സും മൂത്ത ആൾക്ക് ഇപ്പം 5 വയസ്സുമാണ്. അപ്പോൾ ഇന്ന് അവന് ക്ലാസ്സില്ല. ഇന്നിവിടെ ഞങ്ങൾ പൂനെയിലാണ്. അവിടെ ഇന്നെന്താ ചിത്രപ്പറ്റി ശിവജിയുടെ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്ലാസ്സില്ല അവർക്ക്. അതുകൊണ്ട് ഇപ്പോൾ 12:30 ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ചോറ് ഇപ്പം തന്നെയാകും. ഇതൊന്ന് വറുത്ത് മാറ്റിയിട്ട് അടുത്ത സെക്ഷൻ ഇടാം. അടുത്ത സെക്ഷൻ ഇടുവാണേ. ആദ്യത്തെ സെക്ഷൻ ഞാൻ വറുത്തൊന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് ഷാലോ ആയിട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ വറുത്ത് മൊരിച്ചെടുക്കുകയൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കറിയാക്കുന്നതിന് മുമ്പ്. കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള 2 പച്ചമുളക് 1 തക്കാളി. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മസാല ചിക്കൻ മസാലയുണ്ട്. പിന്നെ ഇതൊരു പെപ്പർ ചിക്കൻ മസാല. ഞാൻ ഇതിൽ ചിക്കൻ ആക്കിയാൽ ഇവിടെ ഭയങ്കര ചിക്കൻ ചിലവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ആക്കാമെന്ന്. കാണിച്ചു തരാവേ. ഇനി റൈസായിട്ടോ. റൈസ് വെന്തും അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. റൈസ് റെഡിയായി. ഇനിയിപ്പോൾ ചിക്കനും കൂടി ഒന്ന് ആക്കണം. തോരൻ എനിക്ക് തോന്നുന്നില്ല ആക്കണമെന്ന്, കാരണം ഞാൻ മാത്രമേ കഴിക്കുള്ളൂ തോരൻ. അതുകൊണ്ട് ചിലപ്പോൾ ആക്കും, ചിലപ്പോൾ ആക്കില്ല. ആക്കുവാണെങ്കിൽ ഞാനിടാം. ഞാൻ കുറച്ച് സമയമൊന്നും എടുത്തു. ഇളയാളെ പോയി ഉറക്കി സമാധാനപ്പെടുത്തി അവനെ ഉറക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു. അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് ഒന്നും നടത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചിക്കനൊക്കെ വറുത്തായിട്ടുണ്ട്. ആ വറുത്ത ചട്ടി തന്നെ കേട്ടോ ഞാൻ ആക്കുന്നത്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കാം. ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കടുക് പൊട്ടിക്കുന്നത്. അത് ഞാൻ മീനിനും പൊട്ടിക്കാറുണ്ട്, ചിക്കൻ കറിക്കും കടുക് ഇടാറുണ്ട്. ഓരോ ആൾക്കാരും ഓരോ ടൈപ്പിലല്ലേ ഉണ്ടാക്കുക. ചിക്കനൊക്കെ ദേ വറുത്ത് വെച്ചിട്ടുണ്ട്. 1 സവാള, 2 പച്ചമുളക്, എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എടുത്തോ കേട്ടോ. തക്കാളി 1 തക്കാളി ഞാൻ ഇങ്ങനെ അരിഞ്ഞേക്കുന്നത്. അത് ഞാൻ വഴറ്റാൻ നേരത്തെ ഇടത്തില്ല, ഏറ്റവും ലാസ്റ്റിൽ ഇടത്തുള്ളൂ കേട്ടോ തക്കാളി. ഒന്ന് ചൂടായി വന്നിട്ട് കടുക് പൊട്ടിക്കാം. കടുകിട്ടു, കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുക്കാം.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ വറുത്തപ്പോൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും കറിക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് സവാള വഴന്ന് കിട്ടാനായിട്ട് മാത്രം. ഈ സമയത്ത് കുറച്ച് ഇഞ്ചി ഞാൻ ചതച്ചെടുത്തു, അതും കൂടി ഇടാം. സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇടാം. പൊടി ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ നമ്മളുടെ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ ചിക്കൻ മസാല ഞാനതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ. പിന്നെ മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ. പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഒരു മണം മാറുന്നവരെ ഒന്നിതാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി ഒന്ന് നല്ല വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു. നമുക്കിവിടെ ചാറ് വേണം കേട്ടോ. ചാറുണ്ടെങ്കിലാണ് ചോറിനും. ഇപ്പോൾ ഇന്ന് ചിക്കൻ വെച്ചതുകൊണ്ട് ഞാൻ മിക്കവാറും വൈകിട്ട് ഗോതമ്പ് പുട്ടോ അല്ലെങ്കിൽ അരിപ്പുട്ടോ ഉണ്ടാക്കും. ചോറുണ്ടാകും, കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. അപ്പോൾ ദേ വെള്ളം കുറേശ്ശെ തിളച്ച് വരുന്നുണ്ട്. ഞാനിങ്ങനെ പീസിട്ട് കൊടുക്കാൻ പോവാണേ. പീസ് ചേർത്ത് അതൊന്ന് ആയി വരട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട്. അത് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇടും. ഇനി അതൊന്ന് മൂടി വെച്ച് ഒന്ന് വെന്ത് വരട്ടെ. ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് കുരുമുളക് പൊടി, ജസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് മേളിലൊന്ന് തൂവി കൊടുക്കും. അത്രയും കൂടി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഞാൻ ഒരു തോരൻ കൂടി ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ ഉച്ചക്ക് ചിക്കൻ എടുക്കില്ല, ഞാൻ രാത്രിത്തേക്ക് എടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് വെണ്ടയ്ക്ക പുളിങ്കറി ഉണ്ട്, ഒരു ക്യാബേജ് തോരനും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെ. അപ്പം ഞാൻ ഒരു ഹാഫ് ക്യാബേജ് എടുത്തു, ഒരു 4 പച്ചമുളക്, ഒരു ഹാഫ് സവാള. ക്യാബേജ് തോരനൊന്നും ഉണ്ടാക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓൾറെഡി എരിവെല്ലാം ഉണ്ട്. ഇത്രയൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കഴിഞ്ഞു, നമ്മളുടെ ചിക്കൻ കറി റെഡിയായി. നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മളുടെ ക്യാബേജ് തോരൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിന്ന് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്നത്, കാരണം എൻ്റെ അടുത്ത് തേങ്ങയില്ല, അതുകൊണ്ട് ഇന്ന് തേങ്ങ ഇടുന്നില്ല. അങ്ങനെ ആ സമയം കൊണ്ട് കുറച്ച് ഐസ്ക്രീം കഴിക്കാം. തൊണ്ടവേദനയുണ്ട്, കഫക്കെട്ടുണ്ട്, എല്ലാം ഉണ്ട്. ശ്വാസം കുറച്ചെടുക്കാനൊക്കെ പ്രയാസമുണ്ട്, എന്നാലും കുറച്ച് കഴിക്കാം. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അങ്ങനെ നല്ല ചിക്കൻ കറി നിങ്ങളിങ്ങനെ ഇത് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഈ മസാല ഈസ്റ്റേണിൻ്റെ പെപ്പർ ചിക്കൻ മസാലയാണത്, നല്ല ടേസ്റ്റാണ്. നമ്മളുടെ റൈസായി, ക്യാബേജ് തോരനായി, ഇന്നലത്തെ പുളിങ്കറി ചൂടാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെന്താ, പിന്നെ ഞാൻ ഇന്നലെ പുട്ടുണ്ടാക്കി, അതുകൊണ്ട് ഇന്നും മിക്കവാറും ചിക്കൻ ഉള്ളതുകൊണ്ട് നൈറ്റ് ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കും. ഗോതമ്പ് അരിപ്പൊടി, അതുകൊണ്ട് പുട്ടുകുട്ടി മാറ്റുന്നില്ല, കഴുകി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊന്നായിട്ട് പിന്നെ ചോറ് കഴിക്കാം. ഇപ്പോൾ വിശക്കുന്നൊന്നുമില്ല. അങ്ങനെ എല്ലാം റെഡിയായി. ക്യാബേജ് തോരൻ റെഡിയായി, ചിക്കൻ കറി റെഡിയായി, ചോറ്, പുളിങ്കറി. ഇനി ഇത് ഓപ്പൺ ചെയ്യണം. പുളിങ്കറി, പിന്നെ ഏറ്റവും അവസാനം നമ്മളുടെ അച്ചാറുണ്ട്. കുറച്ച് വേണമെങ്കിൽ എടുക്കാം. തീർന്നു.